നമസ്കാരം. ബക്കറ്റിൽ എന്തുണ്ട് എന്നിപ്പോൾ ചോദിച്ചാൽ ബക്കറ്റ് ലിസ്റ്റിൻ്റെ കാര്യമൊന്നുമല്ല ആൾക്കാരുടെ ഓർമ്മയിലേക്ക്. നമസ്കാരം. അത്യാവശ്യം സിനിമ കാണുന്ന ഒരാളോട് ബക്കറ്റിൽ എന്തുണ്ടെന്ന് ഇപ്പോൾ ചോദിച്ചാലേ നമ്മൾ പഴയ ബക്കറ്റ് ലിസ്റ്റിൻ്റെ കാര്യമൊക്കെ പറയല്ലോ, അതൊന്നല്ല ആളുകൾക്ക് ഓർമ്മ വരിക. പെട്ടെന്ന് ഇതാണ് ഓർമ്മ വരിക. ദൃശ്യം 3-ലെ വീണ നന്ദകുമാർ ബക്കറ്റുമായിട്ട് പോകുന്ന ചിത്രമാണ് ഓർമ്മ വരിക. ദൃശ്യം 3 OTTയിൽ റിലീസായതിന് പിന്നാലെയുള്ള ചിരിപ്പടപ്പുകളാണിതെല്ലാം. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ICUവിൻ്റെ ഒരു ട്രോള് നമുക്ക് നോക്കാം. എൻ്റെ ഗീതയ്ക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യും, അമ്മയാണ് സത്യം എന്ന് വരുൺ പ്രഭാകറിൻ്റെ അച്ഛൻ പറയുകയാണ്. കുറച്ചു കാലമായി ഞാൻ ഈ ജോർജ് കുട്ടിയുടെ പറയുകയുണ്ട്. കല്യാണ ബ്രോക്കർമാരെ ഏർപ്പാടാക്കിയതും ജോലി പോയ അവരായ സഹായിച്ചതും മധുവിധു റിസോർട്ടിൽ മതിയെന്ന് പിള്ളാരെ കൊണ്ട് പറയിച്ചതുമെല്ലാം ഞാനാണ് എന്ന് നമ്മുടെ സിദ്ദിഖിൻ്റെ കഥാപാത്രം പറയും. അപ്പോൾ മുരളി ഗോപിയുടെ തോമസ് ബാസ്റ്റിൻ IPS ചോദിക്കും, അപ്പോൾ ഈ ഹോർമുസ് കടലെടുക്ക് അടച്ചതും അതും ഞാൻ തന്നെ എന്ന് പ്രഭാകർ പറയുന്ന ഒരു പറച്ചിലാണ് ആ ട്രോള്. അമ്മാതിരി ട്രോളുകളാണ് ഇപ്പോൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് ദൃശ്യം 3-യെ മുൻനിർത്തി. തിയേറ്ററിൽ കാണുമ്പോൾ തന്നെ ക്ലീഷേകളുടെ ഭാവിയെപ്പറ്റി ആരായാലും ആലോചിച്ചു പോകുന്നൊരവസ്ഥ ഉണ്ടായിരുന്നു. പക്ഷേ സിനിമയുടെ ഉള്ളടക്കം അതിൻ്റെ കഥയിൽ പിടിച്ചു നിർത്തിയതാണ് പ്രേക്ഷകനെ. എന്തായാലും തിയേറ്ററിലെ അനുഭവമല്ല OTTയിൽ എന്നതുപോലെ സംഭവിച്ചു. കണ്ടവരെല്ലാം അതിശയോക്തികൾ ട്രോളുകളാക്കി ആസ്വദിക്കുകയാണ്. ദൃശ്യം OTTയിൽ ഇറങ്ങിയതിന് ശേഷം സംഭവിച്ച 3 കാര്യങ്ങളിലൂടെയാണ് നമ്മൾ ഈ വീഡിയോയിൽ പോകുന്നത്. ഒന്നാമത്തേത് തുടക്കത്തിൽ പറഞ്ഞു തന്നെയാണ്, കഥാപാത്രങ്ങളുടെ ഈ അത്ഭുത സംഭവങ്ങളുടെ ആവർത്തനം. ബക്കറ്റെടുത്ത് വന്ന വീണ നന്ദകുമാറിൻ്റെ കഥാപാത്രം കഥാഗതിയിൽ നിർണായകമായ 2 തവണയാണ് വീണ നന്ദകുമാർ രംഗത്ത് വരുന്നത്. അപ്പോൾ വീണയുടെ കയ്യിൽ ബക്കറ്റുണ്ട്. അതിനെ മുൻനിർത്തി വീണയെ ബക്കറ്റ് സ്റ്റാർ എന്നുവരെ ആളുകൾ വിളിക്കുന്നുണ്ട് അത്രേ. കയ്യിൽ എന്തെങ്കിലും പ്രോപ്പർട്ടി വേണമല്ലോ എന്ന് വെച്ചിട്ടാണ് അത് ചെയ്തത് എന്ന വിചിത്ര മറുപടിയുമായി ജിത്തു ജോസഫ് രംഗത്ത് വന്നിട്ടുണ്ട്. ക്ലബ് FM-ന്റെ ബക്കറ്റ് വിവാദത്തിനെ കുറിച്ചുള്ള പ്രതികരണം അത് നമ്മുടെ മുമ്പിലേക്ക് വെക്കുകയാണ്. അടുത്ത് വെള്ളം എടുക്കാനായിട്ട് വരുന്നു, മറ്റേടത്ത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് വേറൊരു പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷെ അത് ആ സീനിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ ആ ഷോട്ട് എടുക്കുമ്പോൾ ഇവർ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കും. ബാക്ക്ഗ്രൗണ്ടിൽ പുള്ളി വണ്ടി കഴുകുന്ന മകൾ ഇതാണല്ലേ, പുള്ളി ബക്കറ്റ് എടുത്തുകൊണ്ട് വണ്ടി കഴുകാനായിട്ട് ഇറങ്ങുന്ന സമയത്ത് ഇവരും ഇവിടെ നിൽക്കുന്നത്. അതിനുവേണ്ടി വരുന്നതായിട്ടാണ് നമ്മൾ ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ ആ സീൻ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പം ഭയങ്കര ഇമോഷണൽ സീനാണല്ലോ. അപ്പോൾ അവിടെ ആ ബാക്ക് ഡ്രോപ്പിൽ അത് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാരുടെ അറ്റൻഷൻ അങ്ങോട്ട് പോകുമെന്നുള്ളതുകൊണ്ട് നമ്മളത് വേണ്ടെന്ന് വെച്ചു. അപ്പോൾ അത് കാരണം ഞാനത് ഇറങ്ങി വരുമ്പോൾ വേണം, ജോർജ് കുട്ടി കാണണമല്ലോ. അപ്പോൾ വരുമ്പോൾ കൈ വീശി വന്നു കഴിഞ്ഞാൽ എങ്ങനെയാ, ചുമ്മാ കാണിക്കാൻ വരുന്ന പോലെ ആവില്ല. അപ്പോൾ പുള്ളിക്കാരത്തി ഒരു പർപ്പസിന് വേണ്ടി വരുന്നു എന്നുള്ള രീതിയിലാണ് നമ്മളത് കാണിച്ചത്. പക്ഷെ അത് അവിടെ വെച്ച് അങ്ങനെ വന്നപ്പോൾ അത് പറ്റിയതാണ്. വീണയ്ക്ക് എന്തായാലും നല്ല പബ്ലിസിറ്റി. എന്നെ വിളിച്ചു വീണ പറഞ്ഞു ഇങ്ങനെ വരുന്നത്, ഞാൻ നല്ലല്ലേ, നല്ല പബ്ലിസിറ്റി അല്ലേ കിട്ടുന്നത്. പിന്നെ ഞാൻ പറഞ്ഞു മാത്രമല്ല ഇടയ്ക്കിടയ്ക്ക് സോഷ്യൽ മീഡിയയിൽ ലൈവായിട്ടുണ്ടാകുന്നുണ്ട്. ബക്കറ്റിൽ നിന്ന് നേരെ രണ്ടാമത്തെ കാര്യം കലാഭവൻ ഷാജോണിൻ്റെ കണ്ണാണ്. കുഞ്ഞിക്കൂനനിലെ സായികുമാറിൻ്റെ കഥാപാത്രത്തോട് അന്ന് തന്നെ ആളുകൾ താരതമ്യം ചെയ്തിരുന്നു. ഷാജോണിൻ്റെ സഹദേവൻ്റെ ഗംഭീര അഭിനയമാണ് അതിൽ. പക്ഷേ അതിലും ട്രോളുകൾ ഉണ്ടായി. അയാളുടെ കണ്ണിലെ കടുത്ത ഉറ്റാ നിൽക്കുന്ന വെമ്പ് നിൽക്കുന്ന ചോര നിറത്തെ പറ്റിയാണ് ഷാജോൺ ആ കണ്ണിനെക്കുറിച്ച് പ്രതികരിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഡിനി ഷാജോണിൻ്റെ യൂട്യൂബ് ചാനലിൽ ഭാര്യയോട് തന്നെയാണ് അദ്ദേഹം വിശദീകരിച്ചത്. ഷാജോൺ പറഞ്ഞത് ഇങ്ങനെയാണ്. ഇതിൻ്റെ റെഫറൻസ് തന്നെ ജിത്തുഭായ് പറഞ്ഞത് നമ്മുടെ സായി ചേട്ടൻ കുഞ്ഞിക്കൂനനിൽ ചെയ്ത കഥാപാത്രത്തിനെ പറ്റിയിട്ടാണ്. അതായത് ഇൻ്റർവെല്ലിന് അയാളെ കാണിക്കുമ്പോൾ തന്നെ ആളുകളൊന്ന് ഞെട്ടണം, ഇത് പഴയ സഹദേവനല്ല, ഇച്ചിരി കുഴപ്പക്കാരനാണ് എന്നുള്ളത് ഒരു ഫസ്റ്റ് ലുക്കിൽ കിട്ടണം ഷാജോണെ എന്ന് ജിത്തു സാർ പറഞ്ഞു. അതിനെന്താണ് ചെയ്യേണ്ടതെന്ന് ഞാൻ ചോദിച്ചു. കണ്ണ് നമുക്ക് ചോപ്പിക്കാം, ഒപ്പം ഒന്ന് മീശ വിരിക്കാം എന്നും മറുപടി പറഞ്ഞു. താടി വെട്ടാതെ വളർത്തണമെന്നും പറഞ്ഞു. റെഫറൻസ് സായി ചേട്ടൻ്റെ കുഞ്ഞിക്കൂനനിലെ ലുക്കിനെ കുറിച്ചും പറഞ്ഞു. സാധാരണ ഒരു ചെറിയ ഷോട്ടിലൊക്കെ കണ്ണൊന്ന് ചോന്നിരിക്കണം എന്ന് പറഞ്ഞാൽ ഗ്ലിസറിനിട്ട് ചോപ്പിക്കും. ഇത് അങ്ങനെയല്ലല്ലോ, സിനിമയിൽ മൊത്തത്തിൽ വേണം. ഇടയ്ക്കിടെ ഗ്ലിസറിനിട്ടാൽ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ ചുണ്ടപ്പൂ എന്ന് പറയുന്നൊരു പൂവ് സംഘടിപ്പിച്ചു. കഥകളിക്കാരൊക്കെ ഇടുന്നതാണ്, തൃശ്ശൂർ ഭാഗത്തൊക്കെ കിട്ടുന്ന ഒരു പൂവാണ്. ചുണ്ടപ്പൂവിൻ്റെ തരി നമ്മൾ കണ്ണിലിട്ടാൽ പിന്നെ അതിങ്ങനെ റെഡായി കിടന്നോളും. പക്ഷേ അത് കുറച്ച് കൂടിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അളവ് കുറക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ചില സ്ഥലങ്ങളിൽ അത് തോന്നിയതുപോലെ കൂടിയത്. ഒരുപാട് പേർ അത് പറഞ്ഞു. എന്നോട് ചോദിക്കുന്നവരോട് ഞാൻ പറയും, സഹദേവൻ കണ്ണിച്ചോരയില്ലാത്തവനാണെന്ന് ആരും പറയില്ലല്ലോ എന്ന് ഷാജോൺ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ യൂട്യൂബ് ചാനലിൽ പറയുന്നുണ്ട്. ഇനി മൂന്നാമത്തെ കാര്യമാണ് ദൃശ്യം OTTയിൽ എത്തിയതിന് ശേഷമുള്ള മൂന്നാമത്തെ കാര്യം. ജോർജ് കുട്ടിക്കൊപ്പം മുഴുവൻ സമയവും നിന്ന ഇർഷാദിൻ്റെ പോലീസ് കഥാപാത്രം ഉണ്ടല്ലോ, അദ്ദേഹം അതിൽ VRS ഒക്കെ എടുക്കുന്നുണ്ട്. മകൻ്റെ പഠനത്തിനോ എന്തോ കുടുംബത്തിൻ്റെ കാര്യത്തിനൊക്കെ വേണ്ടി VRS ഒക്കെ എടുക്കുന്നുണ്ട്. നരസിംഹത്തിൽ നീലകണ്ഠനെ ചതിച്ചതുപോലെ ജോർജ് കുട്ടി ഇർഷാദ് ചതിക്കുമോ എന്ന ചോദ്യം സോഷ്യൽ മീഡിയയിൽ വ്യാപകമായിരുന്നു. OTT റിലീസിന് ശേഷം ഇർഷാദ് അതിൽ വ്യക്തത വരുത്തി രംഗത്തെത്തി. അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ വായിക്കാം. ഇർഷാദ് പറയുന്നു, സത്യത്തിൽ നിങ്ങൾ വിചാരിക്കുന്ന ഒരാളല്ല ഞാൻ. സക്കീർ ഹുസൈനെ കാണാൻ ബലരാമൻ കൊച്ചിയിലെ വീട്ടിൽ വരുമ്പോൾ വീടിനു മുന്നിൽ വെള്ള പൈജാമയും ജുബയും ഇട്ട് നിന്നിരുന്ന ഡ്രൈവറുടെ നെറ്റിയിൽ ഒരു ഫോർ സെയിൽ ബോർഡ് രഞ്ജിയേട്ടൻ എഴുതി വെച്ചിരുന്നില്ല. ബലരാമൻ അത് വായിച്ചു എന്ന് പറഞ്ഞത് അസൽ കള്ളമായിരുന്നു. നിഷ്കളങ്കനായ ഒരു പാവം ഡ്രൈവർ മാത്രമായിരുന്നു അന്ന് ഞാൻ.
ക്ലൈമാക്സ് രംഗങ്ങൾ ഷൂട്ട് ചെയ്യുന്ന ദിവസങ്ങളിൽ ഒരു ദിവസം രഞ്ജിയേട്ടൻ എന്നോട് പറഞ്ഞു, വെറും ഒരു ഡ്രൈവറായ നീ ഈ സിനിമ കണ്ടിരുന്നവരുടെ ഉള്ളിൽ മായാതെ നിൽക്കാൻ ഒരു ട്വിസ്റ്റ് ഞാൻ കണ്ടുപിടിച്ചു എന്ന്. നീ സക്കീർ ഹുസൈനെ ഒറ്റിക്കൊടുക്കുന്നു. എഴുത്തുകാരൻ്റെ അപാരമായ സെൻസ് പ്രവർത്തിച്ചപ്പോൾ ഉണ്ടായതാണ്. ബലരാമൻ്റെ വാക്കുകളിൽ നിന്ന് വന്ന ആ ഫോർ സെയിൽ ബോർഡ്. മറ്റൊരിക്കൽ 2 എക്സിക്യൂട്ടീവ് മെമ്പർമാർ ഒപ്പിട്ടാൽ ലൈഫ് മെമ്പർഷിപ്പ് പാസ്സാകുന്ന കാലത്താണ് ഞാൻ അമ്മ സംഘടനയിൽ ജോയിൻ ചെയ്യാനുള്ള അപ്ലിക്കേഷൻ വാങ്ങുന്നത്. ശ്രീരാമേട്ടനാണ് പറഞ്ഞത്, രാവണപ്രഭുവിൽ അഭിനയിക്കാൻ കോയമ്പത്തൂർ പോകുന്നുണ്ട്, അവിടെ മോഹൻലാലും ഇന്നസെൻറ്റും വിജയരാഘവനും ഒക്കെ ഉണ്ട്, കൂടെ വന്നാൽ ഒപ്പുവാങ്ങാം, അതിനുവേണ്ടിയാണ് കാർത്തികേയൻ്റെ ആ വീട്ടിൽ ഞാൻ ചെല്ലുന്നത്. ഏത് നരസിംഹത്തിൻ്റെ കഥയാണ് ഇവിടെ പറയുന്നത്. ഒപ്പ് വാങ്ങി മടങ്ങാൻ നേരം അപ്രതീക്ഷിതമായി രഞ്ജിയേട്ടൻ എന്നോട് പറഞ്ഞു ഡ്രസ്സ് മാറാൻ. കോസ്റ്റ്യൂം ഡിപ്പാർട്ട്മെൻറ്റിലെ ആളുകൾ വന്ന് ഒരു മുണ്ടും ഷർട്ടും തന്നു. ആർട്ട് ടീം തന്ന സിഗരറ്റും വലിച്ച് ഞാൻ നിൽക്കുമ്പോൾ മുണ്ടക്കലിൽ നിന്ന് അയച്ച വണ്ടിയല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് അതാ വരുന്നു സാക്ഷാൽ മംഗലശ്ശേരി നീലകണ്ഠൻ. സത്യമായും എനിക്ക് അറിയില്ലായിരുന്നു മലയാളികൾ നെഞ്ചേറ്റി കൊണ്ടു നടക്കുന്ന ആ ഫ്യൂഡൽ തെമ്മാടിയെ മരണത്തിലേക്ക് എറിഞ്ഞു കൊടുക്കാൻ കൊണ്ടുപോവുകയായിരുന്നു ഞാൻ എന്ന്. നീലകണ്ഠനെ കണ്ട ഉടനെ ഭയഭക്തി ബഹുമാനത്തോടെ സിഗരറ്റ് കുത്തിക്കെടുത്തിയ ആ ഞാൻ അങ്ങനെ ചെയ്യുമെന്ന് നിങ്ങൾ കരുതിയിരുന്നോ? സത്യമായും എൻ്റെ ഉള്ളിൽ അങ്ങനെ ഒരു ചിന്ത പോലും ഇല്ലായിരുന്നു. പക്ഷേ മുണ്ടക്കൽ ശേഖരൻ്റെ ആളായി മാറാൻ എനിക്ക് വിധി ഉണ്ടായിരുന്നു. ദൃശ്യം 3 ഫസ്റ്റ് ഷോ ദിവസം ഇൻ്റർവെൽ സമയത്ത് മൂത്രമൊഴിക്കാൻ നിൽക്കുമ്പോഴാണ് ഒരുത്തൻ കണ്ണിറുക്കി കാണിച്ച് ചതിക്കാൻ വേണ്ടി കൂടിയതാണല്ലേ എന്ന് ചോദിച്ചത്. അയ്യോ ചതിക്കാനോ ഞാനോ എന്ന് ഉള്ളിൽ തോന്നിയെങ്കിലും ഞാൻ മറുപടി ഒന്നും പറഞ്ഞില്ല. വെറുതെ ഒന്ന് ചിരിച്ചു. അവൻ അങ്ങനെ ഒരു സംശയമുണ്ടെങ്കിൽ അത് സിനിമയ്ക്ക് ഗുണം ചെയ്യുമെങ്കിൽ നമ്മൾ എന്തിന് പറയണം അല്ല എന്ന്. അതാണ് ജോർജ് കുട്ടിയുടെ ഒരു അവസ്ഥ. അയാൾക്കൊപ്പം ആര് സ്നേഹത്തോടെ ഇടപഴകിയാലും കരുണയോടെ കൂടെ നടന്നാലും പ്രേക്ഷകർക്ക് മുഴുവൻ സംശയമാണ്, ഇയാൾക്ക് എന്തോ ദുഷ്ടലാക്കുണ്ടല്ലോ എന്ന്. ഇല്ല, ഞാൻ ജോർജ് കുട്ടിയെ ചതിക്കുന്നില്ല. സത്യത്തിൽ നിങ്ങൾ വിചാരിക്കുന്ന ഒരാളല്ല ഞാൻ എന്നാണ് ഇർഷാദ് എഴുതുന്നത്. അങ്ങനെ ദൃശ്യം 3യുടെ OTT വരവോടെ വിവാദത്തിലായ 3 കാര്യങ്ങൾ തീരുമാനത്തിലായല്ലോ. ഇനിയുമുണ്ട്. അതൊക്കെ നിങ്ങൾ കണ്ടെത്തി നമുക്ക് ഈ വീഡിയോയുടെ കമൻറ്റിൽ ചർച്ച ചെയ്യാം, അവിടെ ചിരിക്കാം. ഇതിനപ്പുറത്ത് ദൃശ്യം 3 തിയേറ്ററിൽ കണ്ട് നന്നായി ആസ്വദിച്ച ഒരാളാണെന്ന് ഞാനൊന്നുകൂടി നിങ്ങൾ ഓർക്കണം. അപ്പോൾ കാണാം. നന്ദി, നമസ്കാരം.